നാടൻ കോഴി ബിരിയാണി ഉണ്ടാക്കിയാലോ? ചെറുതായിട്ട് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പേസ്റ്റാക്കിയത് ചേർത്ത് പച്ചമണം പോകുന്നവരെ മിക്സ് ചെയ്യുക. എന്താണ് കൊറേ നേരമായില്ലോ നോക്കുന്നു. അമ്മ നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനെന്താ ഉണ്ടാക്കാലോ? ഉണ്ടാക്കാല്ലേ? ഓക്കെ ഡൺ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റി ആവശ്യമായിട്ടുള്ള മസാലകൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് പൊടി എന്നിവ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി, മല്ലിയില എന്നിവ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് തിരുമ്പി വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മൂടി വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഡാൽഡയും നെയ്യും ചൂടായതിലേക്ക് കട്ടി മസാല ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മളിവിടെ എടുത്തിരിക്കുന്ന അരി റോസ് അരിയാണ്. ഇനി നമുക്ക് 1:1.5 എന്നളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം നന്നായിട്ട് ചൂടാകുമ്പോൾ എസൻസ്, ചെറുനാരങ്ങ നീര് എന്നിവ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഒരു വിസിലാവുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി കഴിച്ച് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിരിയാണി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി തന്ന അമ്മയ്ക്ക് വളരെ താങ്ക്സ്. അങ്ങനെ നമ്മൾ സർലാസും ചിക്കനും ബിരിയാണിയും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. അച്ചാറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, അച്ചാർ വാങ്ങാൻ മറന്നുപോയി ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ.